ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. നമുക്ക് ഗണപതി ഭഗവാന്റെ ഒരു കൊച്ചു സ്തുതിപ്പ് ചൊല്ലാം. അത് ഞാൻ കേട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ചൊല്ലുന്ന കേട്ടതാ, പഠിച്ചതൊന്നുമല്ല. മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം മനസാ സ്മരാമി. മഹാദേവസുതം മഹാദേവസുതം ഗുരുഗുഹനുതം മാരകോടി പ്രകാശം ശാന്തം മഹാകാവ്യനാടകാദിപ്രിയം മൂഷികവാഹനമോദകപ്രിയം മഹാകാവ്യനാടകാദിപ്രിയം മൂഷികവാഹനമോദകപ്രിയം മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം മനസാ സ്മരാമി. അമ്മീ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മീ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മീ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാ മക്കളുടെയും 2-3 ദിവസത്തെ മക്കളുടെ പേരുകൾ കണ്ണൻ പറയുന്നു. എല്ലാ മക്കളുടെയും പേര് കേൾക്കട്ടെ എന്ന് പറയാം. ഓരോ മക്കൾ എത്രമാത്രം സ്നേഹത്തെപ്പറ്റിയും കണ്ണനെ പറ്റി ഉണ്ണി അമ്മയുടെ കണ്ണനാണോ മക്കളെ? നമ്മളെല്ലാവരും കണ്ണൻ തന്നെ, എല്ലാവരിലും കണ്ണനുണ്ട്. കുഞ്ഞ് ഒരു നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിലാകുമ്പോൾ കൂടുതൽ കണ്ണൻ്റെ സ്നേഹവും വാത്സല്യവും കിട്ടും. അതാണ് ഒരു പൊടിക്കുഞ്ഞെന്ന് പറയുമ്പോൾ. അത് നമ്മളും പൊടിക്കുഞ്ഞുങ്ങളുടെ മനസ്സാണെങ്കിൽ നമ്മളിലും അതുപോലെ തന്നെയാണ് ഓരോ മക്കൾ പറയും. ഇത് കേൾക്കും തോറും ഉള്ളിൽ അത്രമാത്രം മനസ്സിലാകുന്നു. ഒരു കഥ കേട്ടതുപോലെ അതായത് നമ്മൾ പലതും കാണുമല്ലോ, അതുപോലെ എല്ലാം മനസ്സിലാകുന്നു, മനസ്സിൽ ഗ്രഹിക്കുന്നു. എല്ലാവരും സ്നേഹവും, എല്ലാം മക്കളെ ഈശ്വരൻ സ്നേഹവും അറിവാകുന്നു, കൃപയാകുന്നു, സത്യമാകുന്നു, ദയ, കരുണ, വാത്സല്യം. ഒരു യഥാർത്ഥ ഒരു ശുദ്ധമായൊരു ഭക്തനാണെങ്കിലോ ആ ഭക്തന് ഭഗവാൻ ദാസനും ആകുമല്ലോ. അത്രമാത്രം സ്നേഹമാണ് ഭക്തന്. വാത്സല്യം എന്ന് പറയാൻ ഒരു കുഞ്ഞിനോട് അത്രമാത്രം വാത്സല്യമുണ്ട്. അപ്പം നമ്മളെല്ലാവരും എത്ര വയസ്സ് കൂടിയാലും നമ്മളൊരു ശുദ്ധ ഹൃദയമായ, ഒരു നിഷ്കളങ്ക ഹൃദയമായ, ഒരു കുഞ്ഞിൻ്റെ ഹൃദയമായി നമ്മൾ മാറാമെങ്കിൽ ഭഗവാന് സ്നേഹം മാത്രമല്ല വാത്സല്യവും ഉണ്ടാകും. അതാണ് നമുക്കും അറിയാമല്ലോ. നമ്മളും അങ്ങനെയല്ലേ, നമ്മൾ കുഞ്ഞുങ്ങളെ എത്രത്തോളം വാത്സല്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഭഗവാനും അങ്ങനെയല്ലേ. അതാണ് നമ്മൾ ഗീതാ നായർ, വത്സല, ജയാബാലു, ജഗദമ്മ, ഉഷ ഋഷികേശ്, RK നായർ, ഹരിചന്ദനം, ശ്രീല, നിർമ്മല പവിത്രൻ, താര മനോജ്, രാധ, സ്മിത, വിഷ്ണുപ്രിയ, ജയാനിൽ, ബിന്ദു പ്രദീപ്, വിജയമ്മ പാർത്ഥൻ, ഓമനയമ്മ, ബിജി ബിജു, ഷാജ രാമകൃഷ്ണൻ, ലത രാജു, വിലാസിനി, അജിത, ശാന്തക്കുഞ്ഞ്, ദേവി, സുരേഷ് മകൻ. അത് ഹായ് മകൻ. ഞാൻ വിചാരിച്ചു ഞാൻ അത്രമാത്രം വാത്സല്യം, ഒരു കുഞ്ഞിനെ പോലുള്ള വാത്സല്യമായിരുന്നു ഇത് ഹായ് കേട്ട അന്നോട്ടെ. അപ്പോൾ അത് എന്ത് പറ്റി, ഈ കുഞ്ഞ് എവിടെ പോയി, ഇപ്പോൾ കമ്മ്യൂണിസവും ഇല്ല, ഒന്നുമില്ലല്ലോ എന്നൊക്കെ ഞാൻ കുറച്ച് നാളുടെ മുമ്പ് വിചാരിച്ചു. പിന്നെ എല്ലായ്പ്പോഴും എന്നാലും മക്കളെ ഇടയ്ക്കൊക്കെ ഒന്ന് അറിയിക്കണ്ടേ ഇങ്ങനെ ഒരാളുണ്ടെന്നൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി നാളായില്ലയോ കമൻസ് വന്നിട്ട്? വല്ലപ്പോഴൊക്കെ മതി മക്കളെ.
എല്ലാവരും അങ്ങനെ മതി. എല്ലാവരും അങ്ങനെ തോനെ അടുക്കടുക്ക അങ്ങനെ കാരണം ഓരോരുത്തരും അറിയാതെ തന്നെ കമൻസ് വന്നു പോകും. ഭക്തി വർദ്ധിക്കുന്നതോറും കമൻസ് പെട്ടെന്നങ്ങ് വീഴും. അതാ യഥാർത്ഥം മനസ്സിലാകുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായോ ഇത് കൊള്ളാം, അല്ലെങ്കിൽ ഇത് കേട്ടപ്പോൾ സന്തോഷം തോന്നുന്നു, ഭക്തി വർദ്ധിക്കുന്നതൊക്കെ വരും. നമ്മൾ അറിയാതെ അങ്ങ് കമൻസ് ഒക്കെ ചെയ്തു പോകും. എന്നാലും കുഴപ്പമില്ല. പിന്നെ വല്ലപ്പോഴായാലും മതി മക്കളെ. എല്ലാവരോടും ഞാനിങ്ങനെ കമൻസ് ദിവസേന ചെയ്യാൻ ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവ്വ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കും. നമ്മൾ കഴിഞ്ഞ എന്തു പറയുക, ഇന്ദ്രദ്യുമ്നൻ ധ്യാനിച്ച് മലയാദ്രി സ്ഥാനസ്ഥലത്ത് തപസ്സിന് ഇരുന്നപ്പോൾ അവിടെ ആരാ വന്നേ? അഗസ്ത്യ മഹാമുനി വന്നപ്പോൾ ഇദ്ദേഹം എഴുന്നേക്കാനൊക്കാഞ്ഞതെന്താ? ധ്യാനത്തിൽ മുഴുകിയിരുന്ന അറിയത്തില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് ദേഷ്യമായി കോപിച്ച് ശപിച്ചു. അത്രമാത്രം കോപത്തിൽ കാട്ടാന തലവനായി പോകട്ടെ എന്ന്. അങ്ങനെ എന്നിട്ട് മതയാനയുടെ കൂട്ടത്തിൽ ഇങ്ങനെ വിഹരിച്ച് നടക്കട്ടെ എന്നൊക്കെ ശാപം കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെയല്ലേ പറ്റുള്ളൂ. അതിനെപ്പറ്റി നമുക്ക് ബാക്കി വായിക്കാം. ആന എങ്ങനെയാ വിശ്രമ തരം അതിഭീതി ചേർത്ത് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഓട്ടമിട്ട് ഒരു തരം, അതായത് ഒരു ഭയമുണ്ടോ? മതയാനയല്ലേ, നാട്ടിലോട്ടെല്ലാം ഇറങ്ങി എല്ലാവർക്കും ധാർഷ്ട്യം ഉൾക്കൊണ്ട് പ്രജാവൃന്ദത്തിനിടയെ പാഞ്ഞും പ്രജകൾ, അതായത് മനുഷ്യരുടെ എല്ലാ ഇടയിലേക്ക്, ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ പാഞ്ഞു വരും. ഒരു ഭയമില്ല. അത്രയ്ക്ക് ധാർഷ്ട്യമാണ്, അഹങ്കാരമായിപ്പോയി. അങ്ങനെയുള്ള ശാപമായോണ്ട് ഇന്ദ്രദ്യുമ്നൻ സാധു ഭക്തനാണ്. പക്ഷേ ശാപം അങ്ങനെ വന്നു പോയതുകൊണ്ട് അങ്ങനെയേ പറ്റത്തുള്ളൂ. ആന പാവമാണെന്ന് വരാൻ ഒക്കത്തില്ല. അദ്ദേഹം നീ ഒരു കാട്ടാന തലവനായിട്ട് മതയാന പോലെ പോട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ലേ വരാൻ പറ്റൂ. പാവ ഇന്ദ്രദ്യുമ്നൻ ഭക്തനായ, അതുകൊണ്ട് എന്ത് വന്നു? നല്ല ഉദ്യാനമൊക്കെ ഭഗവാൻ കൊടുത്തത്. ആനയ്ക്ക് എന്തെല്ലാം വേണം, പാലാഴി പോലെ ഉദ്യാനങ്ങൾ, അവിടെ എന്തെല്ലാം ആഹാരങ്ങൾ കഴിക്കാൻ നമ്മൾ വായിച്ചു പോകുമ്പോൾ മനസ്സിലാവും. ഞാൻ ചിലപ്പോൾ പറയാനങ്ങ് മറന്നും പോകും. എനിക്ക് ചിലപ്പോൾ അർത്ഥം മനസ്സിൽ നിന്ന് വരത്തുമില്ല, അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇദ്ദേഹം എന്തു ചെയ്ത്? ധാർഷ്ട്യം ഉൾക്കൊണ്ട് പ്രജാവൃന്ദത്തിനിടയെ പാഞ്ഞും കൂട്ടരോടൊരുമിച്ചും കാനനം അകമ്പുക്കും കാട്ടിലും നാട്ടിലും, എന്നിട്ടോ ആനക്കൂട്ടത്തിൻ്റെ കൂടെയും വാട്ടമെന്നിയെ നാട്ടിലിറങ്ങി പാഞ്ഞും ദ്രുതം. ഒരു വിഷമമുണ്ടോ? എങ്ങനെയാ അതായത് ഈ ആനയ്ക്ക് ഒരു പേടിയില്ല, വാട്ടമില്ല. ഇന്നത്തോട്ട് ഇറങ്ങിപ്പോയാൽ എനിക്ക് ഭയക്കണം എന്നൊരു ചിന്തയില്ല, ഒരു ഭയമില്ല. അങ്ങനെ ഒരു കൂസലില്ലാതെ നാട്ടി ജനങ്ങൾക്കിലേക്ക് ഇറങ്ങി പാഞ്ഞ് ദ്രുതം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഭൂപ്രദക്ഷിണവും ചെയ്തെങ്ങുമേ നടപ്പവൻ. ഭൂമി മൊത്തവും ചുറ്റി എങ്ങോട്ടൊക്കെ പോകാം അങ്ങനെയൊക്കെ നടന്ന് പാപനാശനകരമായുള്ള തീർത്ഥങ്ങളിൽ സ്നാനപാനങ്ങൾ ചെയ്തു സഞ്ചരിച്ചു. തന്മാനസം തെളിഞ്ഞ അതിപാവിതനായുള്ളവൻ. അത്രമാത്രം ശുദ്ധനാണ് പാവിതൻ, പരിശുദ്ധനായ ഇന്ദ്രദ്യുമ്നനാണല്ലോ. അപ്പോൾ അതിൻ്റെ ആനയുടെ ഉള്ളമെല്ലാം പരിശുദ്ധനായിരുന്നല്ലോ. ഇപ്പം ആനയെ അങ്ങനെ ആയി തീരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നല്ലേ പറ്റൂ. അതുകൊണ്ട് പാപനാശനകരമായ ഇവിടെ തീർത്ഥങ്ങൾ നമ്മൾ കുളിച്ചു തൊഴുവാനൊക്കെ ഈ എന്താ പറയുക, തീർത്ഥാടനം പോകുമ്പോൾ അങ്ങനെയുള്ള തീർത്ഥ സ്നാനങ്ങളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെയുള്ളിടത്ത് പാപം നശിക്കും. പോയി പുണ്യനദികൾ അവിടെയൊക്കെ പോയി കുളിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആനയായാലും മനുഷ്യനായാലും പാപം മാറും. അതുകൊണ്ട് ഈ ആന എന്ത് ചെയ്ത്? പാപനാശനകരമായുള്ള തീർത്ഥങ്ങളിൽ പോയി സ്നാനം കുളിച്ചും കുടിച്ചും ചെയ്ത് സഞ്ചരിച്ച് നടന്നിട്ട് തന്മാനസം, അദ്ദേഹത്തിൻ്റെ മനസ്സ്, അത് ആനയുടെ മനസ്സ് തെളിഞ്ഞ് അതിപാവിതനായുള്ള, അത്ര പരിശുദ്ധനായി ഒരു എന്തെങ്കിലും ഉള്ളത്തിലുണ്ടോ? എല്ലാം മനസ്സിന് ഈ ലോക ചിന്തകളായിരുന്ന സംസാര വിഷയമെല്ലാം വിട്ടല്ലേ തപസ്സിന് പോയിരുന്നത് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തെളിഞ്ഞ് പരിശുദ്ധമായിരിക്കുന്ന ഒരു ഇന്ദ്രദ്യുമ്നനായ ആന പണ്ട് ഓരോ മഹത്തുക്കൾ അരുൾ ചെയ്തിരിക്കും വൈകുണ്ഠ ഭക്തിയെ മറന്നിടാതെ ദിനംതോറും. അതാണ് പറയുന്നത്. പണ്ട് മഹാത്മാക്കൾ പറയും, ദിനംതോറും ദിവസം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വൈകുണ്ഠ ഭക്തി വേണം. പരമാത്മാവായ നാരായണൻ വൈകുണ്ഠവാസി, ആ ഭഗവാനെ നമ്മൾ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കണം. എപ്പോഴും മറക്കരുത് മക്കളെ. നമ്മളെപ്പോഴും നമുക്ക് ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം സന്തോഷം എല്ലാം രാത്രിക്ക് പകൽ പോലെയാണ് മക്കളെ. നമുക്ക് ഭഗവാൻ ഭക്തി
വർദ്ധിച്ച് അറിവുണ്ടാകുമ്പോൾ നമുക്കറിയാം അയ്യോ എനിക്കെപ്പോഴും ദുരിതമാണ് എന്നൊന്നും ചിന്തിക്കേണ്ട മക്കളെ. അതും ഭഗവാൻ എന്തോ വലിയ നന്മയ്ക്ക് വേണ്ടിയുള്ള ആണെന്ന് ചിന്തിച്ച് അവിടെ സമാധാനപ്പെടാനുള്ള ഭക്തി നമ്മുടെ ഉള്ളിലുണ്ടായാൽ മതി. രാത്രി ഇല്ലാതെ പകലില്ലാതെ രാത്രിയും വരത്തില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആനന്ദവും സന്തോഷവും തന്നെ ആകുക നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് അതിൽ പരമാനന്ദം കണ്ടെത്താനുള്ള വഴിയാണ് പരമാത്മാവിനോടുള്ള ചേർച്ച. അപ്പോൾ നമുക്ക് ഇതെല്ലാം സുഹൃതമായി എല്ലാം സന്തോഷമായിട്ട് തോന്നും. എല്ലാത്തിനും സമമായി, ദുഃഖം വന്നാലും സുഖം വന്നാലും സമചിത്തത. അവിടെ ഒന്ന് നമുക്ക് വേറുകീർത്തി ഉണ്ടാവത്തില്ല. അങ്ങനെ ആകുന്നതിനാണ് ഭക്തി എടുക്കുന്നത്. അപ്പോൾ അതുപോലെ വൈകുണ്ഠവാസിയെ നമ്മളെല്ലാവരും എന്ത് വേണം? മനഃശുദ്ധിയോടുകൂടി നമ്മൾ ഭഗവാനെ ദിനംതോറും ആരാധിക്കണം. വൈകുണ്ഠ ഭക്തിയെ മറന്നിടാതെ ദിനംതോറും തന്നകതാരിൽ തോന്നി നിന്നവൻ ഭക്തപ്രിയൻ. അങ്ങനെയുള്ള ഇന്ദ്രദ്യുമ്നനാണ് ഭക്തപ്രിയൻ. ദിനംതോറും ഉള്ളിൽ ആരാധിക്കും. അകതാരിൽ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ഉള്ളിൽ പരമാത്മാവിനെ എപ്പോഴും ചിന്തിക്കണം. എന്ത് ചെയ്താലാണ്ട് എൻ്റെ മക്കളും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഒരുത്തരും ഇപ്പുറത്ത് ഇതും എറണാകുളത്ത് നിന്ന് അവർ പാരിപ്പള്ളി വന്നിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഇന്നലെ തന്നെ പടപടാന്ന് അവൻ എന്തൊക്കെ കളിക്കാം. മക്കളെ അടങ്ങിയിരിക്കണേടാ, ഞാൻ അമ്മമ്മ ഒന്ന് ഇതിടട്ടെ. എന്നെ ബായി എന്നാണ് വിളിക്കുന്നത്. രത്നാഭായിയുടെ പേര് അവൻ ബായി എന്നാണ് വിളിക്കുന്നത്. എന്നാലും അങ്ങ് കളിയായപ്പോഴും. അപ്പോൾ എന്ത് വരും? ഞാൻ പറയും മക്കളെ ഇതിൽ കൂടെ സൗണ്ട് കേൾക്കും, മക്കൾ ബഹളം കൂട്ടല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ലതും കേട്ടോ. ഞാൻ പറയും എനിക്കെന്താ ചിരി? കണ്ണനല്ലേ ഉള്ളിലിരിക്കുന്നത്. നമ്മളെല്ലാം ഉള്ളിൽ കണ്ണനല്ലേ. ഞാൻ ചെയ്യണമെന്ന് കണ്ണൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. കുഞ്ഞ് ചെയ്യണത് കുഞ്ഞിൻ്റെ കണ്ണനായിട്ട് അവിടെ നിൽക്കുന്നു. അതൊരു മകൾ പറഞ്ഞ അമ്മേ നമ്മുടെ കണ്ണൻ തന്നെയാണോ? ആന്ന് മക്കളെ, നമ്മളെല്ലാവരിലും കണ്ണനുണ്ട്. ഭഗവാന് വല്ല വിഷമോ നമ്മൾ എന്താ നനച്ചാൽ പോരെ, നമ്മൾ അവിടെ ഇരുത്തണം. അപ്പോൾ ഭഗവാൻ എങ്ങും ഇറങ്ങി പോകത്തില്ല, അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ചെയ്യുന്ന കുരുത്തക്കേടൊക്കെ നമ്മൾ എന്ത് കാണും? അയ്യോ അത് കണ്ണൻ്റെ കളിയാ എന്ന് നമ്മൾ ചിന്തിച്ച് സന്തോഷിച്ചിരിക്കും. അതാണ് വേണ്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നകതാരിൽ നമ്മുടെ ഉള്ളത്തിൽ തോന്നി നിൽക്കണം. തോന്നി നിന്ന് ആരാ? ഇന്ദ്രദ്യുമ്നൻ, അതായത് ആന. അങ്ങനെ ഭക്തപ്രിയൻ തന്നെ അനുഗ്രഹവശാൽ, ഭഗവാന്റെ അനുഗ്രഹവശാൽ ആനന്ദാത്മന നിത്യവും എന്ത് വന്നു? ആനന്ദം കൊണ്ട് അദ്ദേഹം എപ്പോഴും, അതാ നമ്മുടെ ഉള്ളിൽ പരമാത്മാവുണ്ട്, നമുക്ക് എപ്പോഴും ആനന്ദമാ. അവിടെ ഒരു വിഷമവും നമുക്ക് തോന്നത്തില്ല. ആനന്ദം കൊണ്ട് നമ്മൾ മതിമറന്ന് ഈ ലോക ചിന്ത അങ്ങ് മറന്നു പോകും. നമ്മൾ തന്നെ എനിക്ക് 25 മിനിറ്റ് ഞാൻ ഇങ്ങനെ പെട്ടെന്നങ്ങ് മറന്നു പോകും. അപ്പോൾ എന്ത് വരും? ഇങ്ങനെയുള്ള ഭഗവാന്റെ കഥകളൊക്കെ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ കേട്ടത് പോരാന്ന് എനിക്കുമുണ്ട്, പറഞ്ഞത് പോരാന്നുണ്ട്. അതുകൊണ്ടാണ് സമയം പോകുന്നത്. അത് അത്രയും സമയത്തോടെ എടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹവശാൽ ആനന്ദാത്മന നിത്യവും എന്തു വന്നു? സംസാര മോക്ഷത്തെയും, സംസാരത്തിൽ നിന്ന് മോക്ഷമായി, സംസാരത്തിൽ നിന്നെല്ലാം വിരക്തിയായി. ആരാണ് ഇന്ദ്രദ്യുമ്നൻ? നമ്മൾ അങ്ങനെ ആകുന്നുണ്ടോ? സംസാരം എന്താണ്? ഈ ലോക ചിന്ത വേണ്ടെന്നല്ല. ഈ ലോകം നമുക്ക് നടത്തിക്കൊണ്ട് പോവുകയും വേണം. ചിന്ത എന്ത് വേണം? ഭഗവാനെ ചിന്തിക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാ കാര്യവും നമുക്ക് നടത്താം. അപ്പോഴെല്ലാം ഒരേ ഒരു ശ്രദ്ധ മാത്രം മതി. ഭഗവാൻ നമ്മുടെ ഉള്ളിലാണെന്നുള്ള ചിന്ത നമുക്ക് വേണം. അത് ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോഴെല്ലാം ഭഗവാനുള്ള ചിന്ത. ഭഗവാനെ ഞാൻ താമസിക്കുന്നു, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ താമസിക്കുന്നു, ഇത് ചെയ്തും കൊണ്ട് പറച്ചിലിതാ ഭഗവാനെ ഞാനിത് ഇന്ന് പ്രാർത്ഥിക്കാൻ താമസിക്കുന്നോ കണ്ണ എന്നാണ് എൻ്റെ ഉള്ളിൽ വെപ്രാളം. അതാണ് വേണ്ടുന്നത്. അങ്ങനെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് എന്തും ചെയ്യുമ്പോഴും ഭഗവാനുള്ള ചിന്ത, പേടിയും വിഷമവും, അയ്യോ എനിക്ക് സമയം പോയോ, ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ കണ്ണൻ എന്ത് വിചാരിക്കും, കണ്ണാ ഞാൻ അങ്ങ് വരുന്നേ എന്നുള്ള ചിന്തയിൽ നമ്മൾ ചെയ്യണം. അതാണ് ഞാനിപ്പോൾ ഏകമായി എന്നെ ഭഗവാൻ ആക്കിയത് എന്ന് കരുതി അവരൊക്കെ വരും അവരുടെ കാര്യങ്ങൾ നോക്കാതിരിക്കുകയാണോ, അവരോട് സ്നേഹമില്ലാതിരിക്കുകയാണോ? എല്ലാം ഉണ്ട്. പക്ഷേ ആ ഹൃദയത്തിൽ എന്താ ഉള്ളേ? ആ ഹൃദയത്തിൽ ഭഗവാനാണുള്ളത്. എല്ലാ സന്തോഷവും സ്നേഹവും അവർക്ക് കൊടുക്കുന്നത് എവിടെ കൂടാ? പരമാത്മാവിൽ കൂടെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് വരും? രണ്ടും നടക്കും. ആർക്കും ബുദ്ധിമുട്ട് തോന്നത്തില്ല. അമ്മ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കണ്ടാട്ട് ഇങ്ങനെ ആയും, അങ്ങനെ വരത്തില്ല. നമ്മൾ ഭഗവാന് ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തും. ഇതാണ് എല്ലാം ഭഗവാൻ അർപ്പിച്ച് ചെയ്യുക എന്ന് പറയുന്നത്. അല്ല അവിടെ വേർകൃത്യമായിട്ട് തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടുന്നത്. മനസ്സ് ഭഗവാനിൽ വേണം. ആ സന്തോഷത്തോടെ സ്നേഹത്തോടെ കൊടുക്കുകയും വേണം. അപ്പോൾ സംസാര മോക്ഷത്തെയും ചിന്തിച്ചുള്ളിൽ അദ്ദേഹം ഇങ്ങനെ മോക്ഷത്തെ തന്നെ ചിന്തിച്ചു. അങ്ങനെ എന്തുവന്ന്? ഹംസപാദാബ്ജ ദ്വന്ദ്വം ആശ്രയിച്ച ഇളകാതെ പരമാത്മാവായ മഹാവിഷ്ണുവിനെ, ഹംസപാദാബ്ജം, ആ ഭഗവാൻ പരമാത്മാവിനെ മഹാവിഷ്ണുവിനെ തന്നെ ധ്യാനിച്ച് ആശ്രയം, ആ ഭഗവാനാണ് നമ്മുടെ ആശ്രയം. കാരണം ഈ ജനങ്ങളെല്ലാം മക്കളും മരുമക്കളും മറ്റുള്ളവരും എല്ലാം
ഒഴിഞ്ഞു പോകും. ഒരു സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാകും. ഇപ്പം കാണുന്ന സന്തോഷമൊന്നും അന്നേരം വരത്തില്ല. നമ്മൾ കിടന്ന് നിലവിളിച്ച് ഉരുളും. അങ്ങനെ വയ്യാതാകുമ്പോൾ അന്ന് എന്ത് വേണം? ആര് വേണം നമ്മുടെ ഉള്ളിൽ? പരമാത്മാവ് ഭഗവാൻ വേണം. ഭഗവാൻ മാത്രമേ നമ്മളെ തള്ളിക്കളയത്തില്ല. കാരണം ഭഗവാന്റെ യഥാർത്ഥ മക്കളാണ് നമ്മൾ മറ്റാരുടെ ദേഹം തരുന്ന അമ്മയച്ഛനും നമ്മുടെ യഥാർത്ഥമല്ല മക്കളെ. നമ്മുടെ ഭഗവാനാണ് നമ്മുടെ യഥാർത്ഥം. ഈ ലോകം മൊത്തവും ഭഗവാന്റെ മക്കൾ തന്നെയാണ്. അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ സ്വന്തം മക്കളോ ഭർത്താവോ ഒന്നും സമയത്തിന് വേദന തിന്നാൻ കാണത്തില്ല. നമ്മുടെ വേദന സഹിക്കാൻ നമ്മളെ ഈശ്വരൻ നമ്മളോടൊപ്പം കാണും. അങ്ങനെ ദ്വന്ദ്വം ആശ്രയിച്ച് ഇളകാത്ത മനസ്സോടുകൂടി ഇരിക്കുന്ന ഇന്ദ്രദ്യുമ്നൻ അങ്ങനെ കാലമങ്ങ് അനേകം പോയി കഴിഞ്ഞോരനന്തരം അങ്ങനെ ഈ കാട്ടാനയായിട്ടിങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ കഴിഞ്ഞുപോയി. അങ്ങനെ എന്ത് വന്നു അനന്തരം? അവിടെ അപ്പോഴ് കാലാത്മാവുടെ മഹാമായയ കരിവരൻ. അങ്ങനെ ഭഗവാൻ കാലാത്മാവാണല്ലോ. അതായത് കാലത്തിൻ്റെ ആത്മാവ്. ഈ കാലങ്ങളിങ്ങനെ കറങ്ങി മാസങ്ങൾ, അതായത് വിനാഴിക നാഴിക, പിന്നെ അങ്ങനെ ദിനങ്ങൾ, പിന്നെ എന്താ പറയുക ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതാണ് പരമാത്മാവ്. പരമാത്മാവാണ് കാലം. ഈ പോക്ക്, ഈ ലോകം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് അത് ഈശ്വരനാണ്. ഈ കാലാത്മാവുടെ മഹാമായ, പരമാത്മാവിൻ്റെ മഹാമായ കൊണ്ട് കരിവരൻ ആന എന്ത് ചെയ്തു? ദുഗ്ധാബ്ധി, അതായത് ദുഃഖതം എന്ന് വെച്ചാൽ പാല്, ദുഗ്ധം ക്ഷീരം, ഇതൊക്കെ പാലാണ്. ദുഗ്ധ അബ്ധി സമുദ്രം. അപ്പം അത് പാലാഴി എന്ന് പറഞ്ഞു. ആഴി സമുദ്രമാണല്ലോ. അപ്പം പാലാഴി ചുഴന്ന് അതിൻ മധ്യേ മംഗലനായൊരു അദ്രീന്ദ്രൻ ത്രികൂടം എന്ന് എത്രയും പ്രസിദ്ധനായി വർത്തിപ്പോന്ന് ഉയർന്ന് മുഖ്യനായി അനാരദം രത്ന കാഞ്ചനമയ ശോഭിതം സുഭിഷതം യക്ഷകിന്നര ഗന്ധർവോരക നിഷേവിത ലക്ഷണപ്രഭം നിഖിലാനന്ദ ദിവ്യസ്ഥലം ക്ഷീരവാരിധോ നിന്ന് പൊങ്ങിയിടും തിരകളാൽ മാരുതാനന്ദം ചേർന്ന് കുളിർത്ത സാനുസ്ഥലം. നല്ല സുന്ദരമായ എല്ലാം കൊണ്ടും നിറഞ്ഞൊരു ദിവ്യസ്ഥലം. അതായത് ഇന്ദ്രന്മാർക്ക് ദേവലോകം എങ്ങനെയാ? ഇവിടെ ഗജേ ഇന്ദ്രനാണ്. ഇവിടെ ഗജന് ആനകളിൽ വെച്ച് ആനകളുടെ ഇന്ദ്രനാണ് ഈ നമ്മുടെ ഇന്ദ്രദ്യുമ്നനായ ആന. അപ്പോൾ ഗജേ ഇന്ദ്രൻ എന്നല്ലേ പറയാം. ഗജം ആന, ഇന്ദ്രൻ എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഇതിൻ്റെ തലവൻ. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു ദേവലോകം എടുത്തു പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ് രത്നകാഞ്ചനമയ ശോഭിതമാകുന്ന സുഭിഷിതമാകുന്ന യക്ഷ കിന്നര ഗന്ധർവ ഉരക നിഷേവിത ലക്ഷണപ്രഭം നിഖിലാനന്ദ ദിവ്യസ്ഥലം ക്ഷീരവാരിധു, അത് പാലാഴിയിൽ നിന്ന് പൊങ്ങിയിടും തിരകളാൽ. അങ്ങനെ തിരകളാൽ എന്ത് വരുന്നത്? മാരുതാനന്ദം ചേർന്ന് കുളിർത്ത സാനുസ്ഥലം. ഈ തിരകൾ കൊണ്ട് പാലാഴിയിലെ തിര എന്താണ്? പാല് തണുപ്പല്ലേ. പാലാഴിയിൽ നിന്ന് തിരകൾ വന്ന് ഇങ്ങനെ കുളിർത്ത കാറ്റ് വന്നാൽ എന്തൊരു ആനന്ദമായ ശരീരത്തിന്. അത് ജലം കൊണ്ടല്ല, പാല് കൊണ്ടുള്ള തിരയാണ്. പാലാഴി എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് വരെ തിരകൾ കൊണ്ട് ആ ആനയുടെ ദേഹം മൊത്തം കുളിരുകോരി കുഞ്ഞ് ശീതളമായ കാറ്റ്. മാരുതൻ കാറ്റ് ആനന്ദം ഉണ്ടായി. അങ്ങനെ കുളിർത്ത ഈ സാനുസ്ഥലം തത്ര തൽ ഗിരി ഗുഹയെങ്കിലുണ്ട അവാമ്പതി, അതായത് അവാമ്പതി വരുണൻ. അവിടെ ദേവതനാരാ? ജലദേവൻ വരുണൻ. അവിടെ തൽ ഗിരി, അവിടെ തന്നെ ഒരു ഗിരിയുണ്ട്, ഒരു പർവ്വതം പോലെ. അതിൻ്റെ ഗുഹയെങ്കിൽ ഉണ്ടാമ്പതി, ആപതാമ്പതി. അപ്പം അവിടെ വരുണൻ, അതായത് തത്ര തൽ ഗിരി ഗുഹയെങ്കിലുണ്ട് അപാമ്പതിക്ക് എത്രയും. അപ്പോൾ വരുണൻ എത്രയും ശോഭിച്ച് മത്തൻ, അതായത് അങ്ങനെ ഈ മത്തൻ എന്ന് വെച്ചാൽ എന്താ? ഈ ആനയാണ് മത്തൻ എന്ന് പറയാം, മതയാന. അങ്ങനെ ശോഭിച്ച് അവിടെ ഇത്രയും നല്ല ഒരു സാനുസ്ഥലത്ത് ദിവ്യമാകുന്ന ഈ ഒരു ഗുഹയായാലും വരുണൻ വസിക്കുന്ന അവിടെ എത്രയും ശോഭിച്ചത്. ഋതുമത്തൻ എന്നൊരു ഉദ്യാനം, അങ്ങനെ സുന്ദരമായൊരു ഉദ്യാനം. സർവർത്ത് എന്തൊക്കെയാണ് ഉള്ളത്? സർവർത്തൃ ഗുണഗണപൂർണമായ അനുദിനം, ദിനം സർവ്വതും അവിടെ ഉണ്ട്. ഗുണങ്ങളുടെ കൂട്ടം, ഗുണങ്ങളോട് എത്രമാത്രം ഈ സ്വർഗലോകത്ത് എന്തൊക്കെയാണ് ദേവന്മാർക്ക് വേണ്ടുന്നേ അത് മൊത്തവും ഈ ആനയ്ക്കൂടെ ഭഗവാൻ കൊടുത്ത്. എന്താ കാരണം? ഇളകാത്ത ഭക്തി. അതായത് വൈകുണ്ഠത്തിലെ പരമാത്മാവായ നാരായണനെ ഇളകാതെ ഉള്ളിൽ വച്ചാൽ കിട്ടുന്ന ആനന്ദം എന്താണ്? സ്വർഗത്തിൽ എന്തൊക്കെയാ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നേ അതുപോലുള്ള എല്ലാം ഈ ആനയ്ക്ക് കൊടുത്തു ദൈവം.
അത്രമാത്രം എന്താ ഭക്തി. ഈ ആനയായി പോകാനുള്ള ഒരു യോഗ്യത വല്ല ചെയ്തിട്ടാണോ അവിടെ ശാപം കിട്ടിയത്? എന്നിട്ട് ഉള്ളിൽ പരമാത്മാവിനെ അങ്ങനെ വെച്ച് ആരാധിക്കുന്ന ഒരു ഈ ലോക ചിന്തകളെല്ലാം വെടിഞ്ഞിട്ട് ഉള്ളിൽ എപ്പോഴും ദിനം ദിനം ഭഗവാനെ തന്നെ ആരാധിച്ച് ഇളകാത്ത ഭക്തിയോടിരിക്കുന്ന ആ ഭക്തനെ ഭഗവാൻ എങ്ങനെ കടാക്ഷിച്ചു? ഒരു ദിവ്യസ്ഥലം, അത്രമാത്രം സുന്ദരമായിരിക്കുന്ന സ്ഥലം, സർവർത്ത് ഗുണഗണപൂർണമായ അനുദിനം, ദിനം ദിനവും എന്തെല്ലാം ഗുണഗണങ്ങളുണ്ട് അവിടെ, അതെല്ലാം ആനയ്ക്ക് ഗുണം എന്നുവെച്ചാൽ എന്ത് ഗുണങ്ങളാണ് അത് കൂട്ടത്തോടെ ഉണ്ട്, ഗണം. എന്നിട്ട് സർവമോഹനകരമാകിയ ദിവ്യസ്ഥലം, ആർക്കും അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ദിവ്യമാകുന്ന സ്ഥലം. നന്ദന സമാനം ആനന്ദദാനാഠ്യം, അതായത് നന്ദന സമാനം ആനന്ദദാനാഠ്യം ഹരിചന്ദന അഖില വൃക്ഷാനിതം. എന്തൊക്കെയുണ്ട്? ചന്ദനമരങ്ങളും അഖില വൃക്ഷങ്ങളും. ആനയ്ക്ക് എന്തൊക്കെ സുഖമായി കഴിക്കണം, എന്തെല്ലാം വേണം, അത് മൊത്തവും അവിടെ ഉണ്ട്. ദിനേശമാധ്യദിനം, അതായത് ദിനേശൻ വെച്ചാൽ ആദിത്യ ഭഗവാൻ ദിനേശനാണ്. ദിനംതോറും ഉദിച്ചു വരുന്ന ഭഗവാനാണ് ദിനേശൻ, സൂര്യൻ. അത് ദിനേശമാധ്യം ദിനം ദിനകരൻ, ദിനേശമാധ്യം ദിനകര ഹര അമ്പുവാഹാഭം പരം, അതായത് ദിനകര ഹരം അമ്പു അമ്പു എന്ന് വെച്ചാൽ വെള്ളം, ഇതെല്ലാം അവിടെ ഉണ്ട്. അമ്പു വാഹാഭം പരം മന്ദമാരുത ശീത സുഗന്ധ പരിപൂർണം, ശീതളമായ മന്ദമാരുതൻ, നല്ല നേരിയ കുളിർത്ത കാറ്റ്, അതും അത്രമാത്രം വലിയ കുളിരുണ്ടോ? അതല്ല, ശീതം, നല്ല സുഖകരമായ കാറ്റും സുഗന്ധ പരിപൂർണം. അവിടെ സർവത്ര എല്ലാം നല്ല നല്ല പുഷ്പങ്ങളൊക്കെ വരുമ്പോൾ നല്ല സുന്ദരമായ സുഗന്ധം പരത്തുന്ന പരിപൂർണം. ഭൃങ്കാതി വിഹംഗ നാനാവിധ കളരവ മംഗലപ്രദം ഭുജങ്കാദിഭിർ നിഷേവിത, അതായത് ഭൃംഗ ആദി വിഹംഗ നാനാവിധമായിരിക്കുന്ന എന്തൊക്കെയാ വണ്ടുകളും അവിടെ ഉദ്യാനത്തിൽ എല്ലാം വൃന്ദാവനം പോലെ പൂക്കളും എല്ലാം ഉള്ള ഒരു ഉദ്യാനമല്ലേ അവിടെ. എല്ലാ ജീവജാലങ്ങൾ, അതായത് ഈ വണ്ടുകളും എന്തൊക്കെയോ ഉണ്ട്, പൂമ്പാറ്റകൾ എല്ലാം ഉണ്ട് അവിടെ. എന്നിട്ടോ അരയന്നോ ഒക്കെ കാണും. നിഷേവിതം തുങ്കമാതങ്ക സിംഹ കുരങ്ക സാരംഗാതി രംഗമായ അഭങ്കുര പങ്കിതമായി. ഇത് പതുക്കെ വായിച്ച് മനസ്സിലാക്കൂ. മംഗലപ്രദം ഭുജങ്കാദിഭിർ നിഷേവിതം തുങ്കമാതങ്ക സിംഹ കുരങ്ക സാരംഗാതി രംഗമായ അഭങ്കുര പങ്കിതമായി. ഇത്തം അത്യാനന്ദൈക സിദ്ധമാ ഉദ്യാനത്തിൽ, ഇങ്ങനെ ആനന്ദകരമായിരിക്കുന്ന സർവ്വതും അവിടെ ഉണ്ട്. ശോഭയേറിയ ഉദ്യാനത്തിൽ എന്തെല്ലാം പക്ഷികളും കുഞ്ഞു കുഞ്ഞു വണ്ടുകളും ആ ഉദ്യാനത്തിൽ എന്തൊക്കെ വേണം അതെല്ലാം അത്രമാത്രം പങ്കിതമായി. ഇത്തം അത്യാനന്ദൈക സിദ്ധം, അത്രമാത്രം ആനന്ദകരമായ, ആനയ്ക്ക് സന്തോഷകരമായിരിക്കുന്ന രീതിയിൽ ആ ഉദ്യാനത്തിൽ എന്ത് വന്നു? ഇങ്ങനെ ആനന്ദകരമായിരിക്കുന്ന സിദ്ധമാ ഉദ്യാനത്തിൻ മധ്യേ, അതിൻ്റെ ഇത്രയും വിശാലമായ ഒരു ഉദ്യാനത്തിൻ്റെ നടുക്ക് മധ്യത്തിൽ എന്താ ഉള്ളേ? വളർന്നോർ പുഷ്കരണി, അതായത് പുഷ്കരം വെള്ളമാണ്, പുഷ്കരണി വെച്ചാൽ തടാകം. അങ്ങനെയുള്ള ഒരു തടാകം ഈ ഉദ്യാനത്തിന് നടുക്ക് മധ്യത്തിലായി അതായത് വലിയ ഒരു പുഷ്കരണി തടാകം. നിർമ്മലായത അഗാധ വിസ്തൃത കരതരം, നിർമ്മലായത അഗാധം എന്നുവെച്ചാൽ നിർമ്മലമായതാണ്, അത്രമാത്രം ശുദ്ധമായ ജലമാണ്. അത് അഗാധ വിസ്തൃത, ഒത്തിരി വിസ്തൃതിയുള്ളതാണ്. അഗാധ വെച്ചാൽ അത് ഇച്ചിരി മിണിന്നല്ല ആ തടാകം. ഒത്തിരി ആനകളില്ലേ, അവർക്കെല്ലാം നന്നായി വിഹരിക്കണമെങ്കിൽ അവിടെ കുളിക്കുകയും ഒക്കെ വേണം. അതിനൊക്കെ അത്രമാത്രം ഭംഗിയേറിയ അത്ര സ്ഥല സൗകര്യങ്ങളുള്ള ഒരു തടാകമാണ്. അഗാധ വിസ്തൃത കരതരം പൊന്മയാംബുജ കുമുദോൽപല കൽഹാരങ്ങൾ, നല്ല പുഷ്പങ്ങൾ, അംബുജങ്ങൾ, താമരകൾ, അങ്ങനെയുള്ള കുമുദങ്ങൾ, ഉൽപ്പല കൽഹാര പുഷ്പങ്ങൾ. പാരിജാതം എന്താ അങ്ങനെ പ്രത്യേക പുഷ്പങ്ങളാണ് അതൊക്കെ. അതെല്ലാം പൊങ്ങി നിന്ന് അതിശയം ഉജ്ജ്വലിച്ച അനുദിനം, അതെല്ലാം ഇങ്ങനെ ആ വെള്ളത്തിൽ തടാകത്തിൻ്റെ മുകളിലേക്ക് താമരപ്പൂവൊക്കെ കണ്ടിട്ടില്ലേ, മുകളിലേക്ക് വെള്ളത്തിനടിയിൽ നിൽക്കും, അതിൻ്റെ വേരെല്ലാം മുകളിൽ പുഷ്പം ഇങ്ങനെ, അത് ഒന്നിനുണ്ടെന്നല്ല, ഈ ഇത്രമാത്രം അഗാധമായിരിക്കുന്ന ഈ
തടാകത്തിൽ ഇഷ്ടം പോലെ പുഷ്പങ്ങളുണ്ട്. കൽഹാര പുഷ്പങ്ങൾ ഇങ്ങനെ പൊങ്ങി നിന്ന് അതിശയം അത്രമാത്രം ഉജ്ജ്വലിച്ച് അനുദിനം അങ്ങാളി എന്ന് വെച്ചാൽ വണ്ടുകൾ ഹംസം, അരേനങ്ങൾ ആളി എന്ന് വെച്ചാൽ വണ്ടാണ്. അങ്ങനെ അനുദിനം അങ്ങാളി ഹംസാദിപർ മംഗല രവാനിതം. അപ്പം ഹംസങ്ങളും വണ്ടുകളും ഈ പുഷ്പങ്ങളിലെല്ലാം ഇങ്ങനെ സ്വർനദിയോടുകൂടെ, സ്വർനദി വെച്ചാൽ ഗംഗാനദി പോലെ ഓടും കൂടെ, ഗംഗാനദിയോടും കൂടെ നന്ദനോദ്യാനം ശോഭിച്ച്, അങ്ങനെ മാത്രം അത്രമാത്രം ശോഭിക്കുന്ന ഗംഗാനദിയോടുകൂടെ, അങ്ങനെ അതുപോലെ ഇരിക്കുന്ന ഗംഗാനദിയോടും കൂടെ നന്ദനോ ഉദ്യാനം ശോഭിക്കുന്നത് പോലെ വിളങ്ങിടിനൊരു ഉദ്യാനവും. അത്രമാത്രം ശോഭയേറിയ ഒരു ഉദ്യാനമാണ്. എന്താ ഇങ്ങനെ കൊടുത്തത്? നമുക്കും കിട്ടും. നമ്മുടെ ഉള്ളിലും പരമാത്മാവിനെ ഇതുപോലെ തിരസ്കരിക്കണം. എന്താ തിരസ്കരിക്കുന്നേ? ഈ ലോക ചിന്തകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് മക്കളും ഒക്കെ ഉണ്ട്, നമുക്കതെല്ലാം വേണം. നമ്മൾ അതിലെല്ലാം മമത വേണ്ട, ഭഗവാനെ കാണണം. അതിൽ കൂടെ ഈശ്വരൻ എല്ലാം ചെയ്തു കൊടുക്കുക, എല്ലാം വേണം. ഒന്നിനെയും നമ്മൾ തള്ളിക്കളയണ്ട. മനസ്സുകൊണ്ട് അതിൽ ആരെയാ നമ്മുടെ മക്കളെ തന്നെയാണ് നമ്മൾ ഭഗവാനായി കണ്ട് ഈശ്വരനെ എപ്പോഴും ഭഗവാനെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ എൻ്റെ കൃത്യനിഷ്ഠയം മുടക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ അതെല്ലാം രാവിലെ എണീച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ഭൂമി തൊട്ട് വണങ്ങുന്നു, പല്ല് തേച്ച് പ്രാർത്ഥിക്കുന്നു, ആദ്യത്തെ നമസ്കാരം ചെയ്യുന്നു. ഇതൊന്നും മുടങ്ങുന്നില്ല. ആരുണ്ടെങ്കിലും മുടങ്ങിക്കൂടാ. അപ്പോഴും മറ്റു ജോലികൾ ചെയ്തു കൊടുക്കുമ്പോൾ ഭഗവാനെ ഞാൻ എന്തെങ്കിലും ഭഗവാന് വിഘ്നപ്പെടുന്നത് എന്തെങ്കിലും ചെയ്യുന്നു ഇതൊരു വെപ്രാളമാണ്. എന്താ കാരണം? നമ്മുടെ ഉള്ളത്തിൽ ആരാ? അതാണ് നമ്മുടെ ശ്രദ്ധ. അല്ലാതെ മതിമറന്ന് പോകരുത്. നമ്മൾ മതിമറക്കുന്നത് എവിടെയാ? ഭാഗവതം വായിക്കുകയും ഭഗവാന്റെ ചരിത്രങ്ങൾ പറയുമ്പോൾ മതിമറക്കണം. സമയം പോകുന്ന അറിയത്തില്ല, എത്രയുള്ള ഇതൊന്നും അറിയത്തില്ല. ഇതാണ് മതിമറവ്. അല്ലാതെ ഭഗവാനെ മതിമറന്ന് പോകരുത്. ഭഗവാൻ ആണ് എപ്പോഴും വേണ്ടുന്നത്. നമ്മൾ മറ്റു കാര്യങ്ങൾ മതിമറന്നങ്ങ് പോകണം. ഈ ലോക ചിന്തകളെല്ലാം മറന്നങ്ങ് പോകണം. എന്നിട്ട് ഭഗവാനെ തന്നെ എപ്പോഴും ഓർക്കണം. സാധാരണ ജനങ്ങൾ എന്ത് ചെയ്തറിയുമോ? ആരെങ്കിലും വിരുന്തോ പരന്തോ അല്ലെങ്കിൽ മറ്റൊരു കൊച്ചോ വന്നാൽ സന്ധ്യനാമം ചെല്ലത്തില്ല, സമയത്തിന് വിളക്ക് കത്തിച്ചില്ല, അതങ്ങ് മറന്നുപോകും. മറ്റുള്ള ലൗകികമായ രീതിയിലേക്ക് അങ്ങ് മുഴുകും. അതാണോ വേണ്ടേ? നമ്മൾ ലൗകികമായ കാര്യങ്ങളെല്ലാം മറന്നു പോകണം. ഈശ്വരൻ തന്നെ ഓർമ്മ വേണം. അതാണ് എപ്പോഴും ദിനം ദിനം ഭഗവാൻ തന്നെ ഉള്ളിലാക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രദ്യുമ്നന് ഇത്രയും ഉദ്യാനങ്ങൾ, സ്വർഗലോകം പോലുള്ള ഉദ്യാനവും ഗജന്മാരിൽ ഇന്ദ്രനുമായി. കാരണം എന്താ? ഭഗവാൻ അവിടെയും അത്രമാത്രം സ്നേഹവും വാത്സല്യവും ഭക്തന് കൊടുക്കുന്നു. അത് നമുക്കും ആകണം. നമുക്ക് ഇതിൻ്റെ ബാക്കി നാളെ വായിക്കാം മക്കളെ. വായിച്ചത് എനിക്ക് തികഞ്ഞിട്ടല്ല, എനിക്ക് പറയും തോറും പറയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. ഭഗവാൻ എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കളും ഭഗവാനിൽ നിന്ന് സ്നേഹം മാത്രം പോരാ, വാത്സല്യം മേടിക്കണം. എന്താ വാത്സല്യം? ഒരു പൊടിക്കുഞ്ഞിനെ പോലെ ഹായ് കണ്ണാ, ഹായ് കണ്ണാ, കണ്ണാ എന്ന് നമ്മളാകും. നമ്മളും കണ്ണനെ പോലെ ഒരു കുഞ്ഞാവും, തരക്കാരാവും. നമ്മളെ സുഹൃത്തും കുഞ്ഞുമായും നമ്മൾ അങ്ങനെ ഒരു തരക്കാരെ പോലെ നമ്മളെ കണ്ണനെ നമ്മൾ നമ്മുടെ ഉള്ളിലാക്കുക. എല്ലാവർക്കും നമ്മുടെ എല്ലാമാണ്. കൂടെ നമുക്ക് അങ്ങനെ കൂടെ നമുക്ക് പിതാവ്, കൂടെ അമ്മയാവാം, കൂടെ സഹോദരനാവാം, കൂടെ സുഹൃത്താവാം, കൂടെ നമ്മുടെ മകനാവാം, എല്ലാം ആവാം. ഇതൊക്കെ നമ്മുടെ ഭാവന പോലെയാണ്. നമ്മുടെ ഭാവന എങ്ങനെയാണ്? അതാ ഭഗവാന്റെ ഇഷ്ടം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.